Hello everyone, welcome back to my channel. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ടോപ്പിക് തന്നെയാണ് ഡീവാലുവേഷൻ, റീവാലുവേഷൻ, ഡിപ്രീസിയേഷൻ, അപ്രീസിയേഷൻ. ഇവർ തമ്മിൽ കുറച്ച് ബന്ധങ്ങളുണ്ട്, അതായത് കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ. നമ്മൾ പറഞ്ഞ ഡീവാലുവേഷൻ, റീവാലുവേഷൻ. ഡീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ കുറവ്, ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാലും കുറവ്, റീവാലുവേഷൻ, അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും പറഞ്ഞാലും കൂടുതൽ എന്നാണ്. അപ്പൊ ഇൻക്രീസും ഡിക്രീസിനും രണ്ട് പേരുകൾ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് എങ്ങനെയൊക്കെയാണ്, ഇത് ഈ ഒരു കാര്യം അറിഞ്ഞാൽ മാത്രമേ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചും ഒരു ഐഡിയ നമുക്ക് കിട്ടുള്ളൂ. സോ ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് കറൻസി എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് ഒരു കോളം കാണാം. പിന്നെ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. നമുക്കറിയാം രണ്ട് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആണുള്ളത്. ഒന്ന് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റവും ഫ്ലെക്സിബിളും. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ റേറ്റ്, നമ്മുടെ കറൻസിയുടെ റേറ്റ് എന്ന് പറയുന്നത്, എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഡിമാൻഡും സപ്ലൈക്കും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. ഫിക്സ്ഡ് എന്ന് പറഞ്ഞാലോ മോണിറ്ററി അതോറിറ്റി അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇത്രയാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന്. അങ്ങനെ ഫോളോ ചെയ്യുന്ന സിസ്റ്റമാണ് ഫിക്സ്ഡ്. മറ്റേത് ഡിമാൻഡ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റമാണ്. ഓക്കെ, അപ്പൊ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ, അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മോണിറ്ററി അതോറിറ്റി അതിനെ കൺട്രോൾ ചെയ്യാൻ, സൂപ്പർവൈസ് ചെയ്യാൻ ഉണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ടേം ആണ്, നമ്മളുടെ കറൻസിയുടെ വാല്യൂ കൂടുകയാണെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ടേം ആണ് റീവാലുവേഷൻ, കുറയുമ്പോൾ ഉപയോഗിക്കുന്ന പേരാണ് ഡീവാലുവേഷൻ. ഇത് ഒഫീഷ്യലി നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ആയിട്ടില്ല, അൺഒഫീഷ്യൽ ആയിട്ടാണ് പ്രൈസിൽ അല്ലെങ്കിൽ കറൻസിയുടെ വാല്യൂയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരുന്നത്. അപ്പൊ അങ്ങനെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന കൺട്രീസ് ആണെങ്കിൽ അവർ അവരുടെ കറൻസിയുടെ വാല്യൂ കൂടുകയാണെങ്കിൽ അപ്രീസിയേഷനും, കുറയുകയാണെങ്കിൽ ഡിപ്രീസിയേഷനുമാണ് പറയുന്നത്. സോ ഈ നാല് വാക്കുകൾ തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഡിവാലുവേഷനും അപ്രീസിയേഷനും സെയിം ആണ്, ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് കറൻസി ആണ്. ഡിഫറൻസ് എവിടെയാണ് വരുന്നത്, ഇത് ഏത് സിസ്റ്റം ഉപയോഗിക്കുന്ന കൺട്രി ആണ് അതിനനുസരിച്ച് അതിന്റെ പേരുകളിൽ വ്യത്യാസം വരും. പേരുകളിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, അതിനുള്ളിലുള്ള കാര്യങ്ങളെല്ലാം പക്ക കറക്റ്റ് ആണ് അല്ലെങ്കിൽ സെയിം ആണ്. സോ ഡീവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കറൻസി, ഹോം കറൻസിയുടെ വാല്യൂവിൽ ഒരു ഒഫീഷ്യൽ റിഡക്ഷൻ ഇൻ ദ സെൻസ് മീൻസ് ഇറ്റ് ഈസ് ബീങ് ഡൺ ബൈ ദി ഗവൺമെന്റ് അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള മോണിറ്ററി അതോറിറ്റീസ് ചെയ്യുന്ന പ്രവൃത്തി ആയതുകൊണ്ടാണ് അതിനെ ഒഫീഷ്യൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ഒഫീഷ്യൽ റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് കറൻസി ഇൻ റിലേഷൻ ടു ദ അതർ കറൻസീസ്. അതിനെയാണ് നമ്മൾ ഡീവാലുവേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കറൻസിയുടെ, ഹോം കറൻസിയുടെ വീക്കൻ ചെയ്യാണ് ചെയ്യുന്നത്, അവിടെ കുറച്ചുകൊണ്ട്. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്, ഫോറിൻ എക്സ്ചേഞ്ചിന്റെ പ്രൈസ് ഉയരുമ്പോൾ. ഇറ്റ് ഹാപ്പൻസ് വെൻ ദ പ്രൈസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റൈസസ്. ഫോർ ഇൻസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ $1 60 രൂപയായിരുന്നു എങ്കിൽ ഇപ്പോൾ $1 70 രൂപയാണ്. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ പ്രൈസ് കൂടി. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, നമ്മളുടെ ഇന്ത്യൻ കറൻസി ആയിട്ടുള്ള, ഹോം കറൻസി ആയിട്ടുള്ള റുപ്പിയുടെ വാല്യൂ ഇടിയാണ് ചെയ്തിട്ടുള്ളത്, കുറയാണ് ചെയ്തിട്ടുള്ളത്. സോ അവിടെ ഒരു ഒഫീഷ്യൽ ഒരു റിഡക്ഷൻ അവിടെ സംഭവിച്ചു ഇൻ ദ വാല്യൂ ഓഫ് ദ കറൻസീസ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഡീവാലുവേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡൺ ഇൻ ദ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് സിസ്റ്റം. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് സിസ്റ്റം ഫോളോ ചെയ്യുന്ന കൺട്രീസ് ആണ് ഈ ഡീവാലുവേഷൻ ചെയ്യുന്നത്. ഈ ഒരു ടേം ഉപയോഗിക്കുന്ന ഡീവാലുവേഷൻ ആണ്. ഇനി നല്ല ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് സിസ്റ്റം ആണെങ്കിലോ അവിടെ ഉപയോഗിക്കുന്ന പേരാണ് ഡിപ്രീസിയേഷൻ. There are so many reasons for devaluing the currencies. അതൊക്കെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇപ്പോൾ ഒരു കാരണം നമുക്ക് എക്സ്പോർട്ട് വേണമെങ്കിൽ എടുക്കാം. എക്സ്പോർട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക്, അല്ലെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമ്പോർട്ട് കൂടുതലും എക്സ്പോർട്ട് കുറവുള്ള അവസ്ഥയാണ്. അപ്പൊ അതിൽ എക്സ്പോർട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കറൻസി, ഹോം കറൻസിയുടെ വാല്യൂ വീക്കൻ ചെയ്യാം. സോ ദാറ്റ് എക്സ്പോർട്ട് വിൽ ബി മോർ ഹയർ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ഡൊമസ്റ്റിക് കറൻസി വളരെ ചീപ്പർ ആവാണ്, അതായത് ഡൊമസ്റ്റിക് കറൻസി വളരെ വീക്ക് ആവാണ് ചെയ്തിട്ടുള്ളത് മറ്റ് കറൻസീസിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഫോറിൻ കൺസ്യൂമേഴ്സിന് വളരെ ചീപ്പർ ആയിട്ട് നമ്മുടെ ഡൊമസ്റ്റിക് കറൻസി കിട്ടും. അപ്പോൾ അവിടെ എന്ത് ചെയ്യാണ്, അവർക്ക് നമ്മളുടെ നാട്ടിൽ വന്നിട്ട്, നമ്മളുടെ ഹോം കൺട്രിയിൽ വന്നിട്ട് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു ടെൻഡൻസി കൂടും. അങ്ങനെ എന്ത് ചെയ്യുന്നു, എക്സ്പോർട്ട് കൂടും എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഫോറിൻ പ്രൊഡക്ട്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എക്സ്പെൻസീവ് ആണ്. കാരണം $1 60 രൂപയായിരുന്നു നമ്മൾ കൊടുക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ $1 വർത്ത് ഉള്ള സംഭവം കിട്ടണമെങ്കിൽ അതിന്റെ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ പ്രൈസ് കൂട്ടി, 70 രൂപ കൂട്ടി അല്ലേ. സോ വി റിക്വയർ മോർ ഓഫ് ഡൊമസ്റ്റിക് കറൻസി ടു പർച്ചേസ് ദ ഫോറിൻ കറൻസി. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഇമ്പോർട്ട് വളരെയധികം കുറയ്ക്കും. എന്നാൽ നേരെ സംബന്ധിച്ച് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഫോറിൻ കൺസ്യൂമേഴ്സിന് കാണുക. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, ലെസ് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ എക്സ്പോർട്ട് അവിടെ നടക്കുന്നു എന്നുള്ളതാണ് ഡിവാലുവേഷൻ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്.
അത് തന്നെയാണ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. നമ്മുടെ എക്സ്പോർട്ട് കൂട്ടും, ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കാൻ സഹായിക്കും. ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് കൂടുതലും എക്സ്പോർട്ട് കുറവുമുള്ള അവസ്ഥയാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കൺട്രിയുടെ ഡെപ്റ്റിന്റെ കോസ്റ്റ് വളരെയധികം കുറയ്ക്കാൻ സഹായിക്കും. അതായത് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ഒരു ഡെപ്റ്റ് റേസ് ചെയ്യാൻ വന്നിട്ടുള്ള ചെലവുകൾ ഇതൊക്കെ വളരെയധികം കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളതാണ് അതിന്റെ അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസ് എന്താണ്? ഇങ്ങനെ കുറെ കൊണ്ടുപോകുമ്പോൾ നമ്മളുടെ കറൻസിയുടെ വാല്യൂ ആണ് കുറയുന്നത്. അപ്പൊ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള പവർ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അല്ലേ? അപ്പൊ അത് എന്തിലേക്ക് നയിക്കുന്നു? ഓട്ടോമാറ്റിക്കലി അത് ഇൻഫ്ലേഷനിലേക്ക് നയിക്കുന്നു. അതേപോലെ തന്നെ നമ്മളുടെ എക്കോണമിയിലെ കറൻസി വീക്ക് ആവുകയാണെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീക്ക് ആവുന്നു എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സിന് നമ്മളുടെ എക്കോണമിയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫെയ്ത്ത് അല്ലെങ്കിൽ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു എന്നുള്ളതൊരു വലിയൊരു ഡിമെറിറ്റ് ആയിട്ട് ഇവിടെ കാണുന്നു. ഇനി നമ്മൾ എന്താണ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റീവാലുവേഷനിലേക്ക് പോവാണ്. ഇവിടെ എന്തായിരിക്കും? ഫോറിൻ എക്സ്ചേഞ്ചിന്റെ പ്രൈസ് നമ്മളുടെ ഗവൺമെന്റ് ഇന്റർവെൻഷനും കൊണ്ടോ അല്ലെങ്കിൽ മോണിറ്ററി അതോറിറ്റിയുടെ ഇടപെടൽ കൊണ്ടോ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ പ്രൈസ് കുറയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? നമ്മളുടെ കറൻസി കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആവുകയാണ് ചെയ്യുന്നത്. അവിടെ ഫോറിൻ എക്സ്ചേഞ്ച് കുറയുമ്പോൾ, പ്രൈസ് കുറയുമ്പോൾ നമ്മളുടെ കൺട്രിയിലെ കറൻസി സ്ട്രോങ്ങർ ആവുന്നു. ദാറ്റ് മീൻസ് ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ദ കറൻസി ഇൻ റിലേഷൻ ടു അവർ കറൻസീസ്. സോ ഇവിടെ നമ്മൾ എന്താണ്, $1 60 രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ $1 50 രൂപ നമുക്ക് എടുത്താൽ മതി. അപ്പൊ അതിനർത്ഥം എന്താണ്? നമ്മളുടെ കറൻസിയുടെ വാല്യൂ അവിടെ കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഒഫീഷ്യൽ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് കറൻസിനെ പറയുന്ന പേരാണ് റീവാലുവേഷൻ. അത് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന കൺട്രീസ് ആണെങ്കിൽ റീവാലുവേഷൻ എന്ന് പറയും. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന കൺട്രീസ് ആണെങ്കിൽ അതിനെ അപ്രീസിയേഷൻ എന്ന് പറയുന്നു. സോ റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഇറ്റ് ഈസ് എൻ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് കറൻസി അല്ലേ? നമ്മളുടെ കറൻസിയുടെ വാല്യൂ കൂടുകയാണ്, സ്ട്രോങ്ങർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫോറിൻ കറൻസി നമുക്ക് കിട്ടാൻ വളരെ കുറച്ച് ഡൊമസ്റ്റിക് കറൻസി നമുക്ക് ഫോളോ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്തിലേക്ക് പോകും? ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. ഫോറിൻ ഗുഡ്സ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. കാരണം നമുക്ക് വളരെ ലെസ് എക്സ്പെൻസീവ് ആയിട്ടാണ്, കുറച്ച് പൈസ കൊടുത്ത്, കുറച്ച് നമ്മുടെ ഡൊമസ്റ്റിക് കറൻസി കൊടുത്തുകൊണ്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നു. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ ഇമ്പോർട്ട് ചെയ്യും. ഇമ്പോർട്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതേസമയം തന്നെ എക്സ്പോർട്ട് വളരെയധികം എക്സ്പെൻസീവ് ആയിട്ട് അവർക്ക് തോന്നും. and which reduces the inflow of foreign currency. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻഫ്ലേഷനെ ഒക്കെ നമുക്ക്, ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ കറൻസിയുടെ വാല്യൂ വളരെയധികം കുറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ ആണല്ലേ? ആ ഒരു ടൈമിൽ നമ്മുടെ കറൻസിയുടെ വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ഒരു പരിധി വരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സർപ്ലസ് ഉണ്ടെങ്കിൽ, ഒരുപാട് ട്രേഡ് സർപ്ലസ് ഉണ്ട്, അതായത് എക്സ്പോർട്ട് കൂടുതലായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അപ്രീസിയേഷൻ അല്ലെങ്കിൽ റീവാലുവേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. So that we can reduce the surplus and bring back to the equilibrium position. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റീവാലുവേഷനിൽ നമ്മൾ നോക്കേണ്ടത്. നെക്സ്റ്റ് ആണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിവാലുവേഷന്റെ സെയിം മീനിങ് ആണ്. ഒരു ഡിഫറൻസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ചിൽ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന കൺട്രീസ് ആണെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ടേം ആണ്, അവരുടെ വാല്യൂ ഓഫ് കറൻസി കുറയുമ്പോൾ ഉപയോഗിക്കുന്ന പേരിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡും സപ്ലൈയും ആയിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ ഡിക്ലൈൻ ഒക്കെ വളരെയധികം വരുന്നത്. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ വരുന്ന പ്രൈസിൽ ഉണ്ടാവുന്ന റൈസ് എന്തിലേക്ക് നയിക്കുന്നു? നമ്മളുടെ depreciationലേക്ക് നയിക്കുന്നു. So price of foreign exchange rises, it is known as depreciation due to the demand and supply. നമ്മളുടെ കറൻസിയുടെ വാല്യൂ കുറയുകയാണ് അവിടെ ചെയ്യുന്നത്. ഡിവാലുവേഷനും ഡിപ്രീസിയേഷനും സെയിം മീനിങ് ആണ്, ഈ ഡിഫറൻസ് മാത്രമേ അവിടെ ഉള്ളൂ. സോ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റീവാലുവേഷന്റെ സെയിം മീനിങ് തന്നെയാണ് അപ്രീസിയേഷൻ. ഇറ്റ് ഡസൻ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ദ കറൻസി. പക്ഷെ അത് അൺഒഫീഷ്യൽ ആണ്. അൺഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മളുടെ ഒരു ഗവൺമെന്റ് അതോറിറ്റി അല്ലെങ്കിൽ മോണിറ്ററി അതോറിറ്റി അല്ല അത് എന്ത് ചെയ്യുന്നത്? ഫിക്സ് ചെയ്യുന്നത്. ബട്ട് ആരായിരിക്കും? അതിന്റെ ഡിമാൻഡ് ഫോഴ്സസ് അല്ലെങ്കിൽ മാർക്കറ്റ് ഫോഴ്സ്, മാർക്കറ്റിലെ ഡിമാൻഡും അതേപോലെ തന്നെ സപ്ലൈ ഫാക്ടേഴ്സ് ആണ് ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പൊ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന കൺട്രീസ് ആണെങ്കിൽ അവരുടെ കറൻസിയുടെ വാല്യൂ കൂട്ടുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ടേം ആണ് അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണ് എടുക്കുക? ഡിമാൻഡ് കൂടി നിൽക്കുന്ന അവസ്ഥയാണ്, ഇക്കോണമി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു അപ്രീസിയേഷൻ വരും. കാരണം ഒരുപാട് ഡിമാൻഡ് ആയി കഴിഞ്ഞാൽ അത് എന്തിലേക്ക് നയിക്കും? ഇൻഫ്ലേഷനിലേക്ക് നയിക്കും. ആ ഇൻഫ്ലേഷൻ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി അത് എന്തിലേക്ക് പോകും? അപ്രീസിയേഷനിലേക്ക് പോകും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ട്. അപ്പൊ നമുക്കറിയാം റിവാലുവേഷനിൽ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ട്രോങ്ങർ കറൻസി വാല്യൂ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സാധനങ്ങൾ മറ്റുള്ള രാജ്യത്തിൽ നിന്ന് ഒരുപാട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഫോറിൻ ഗുഡ്സ് ഒക്കെ വളരെയധികം ചീപ്പർ ആയിട്ട് നമുക്ക് തോന്നും. കാരണം സെയിം എമൗണ്ട് ഓഫ് ഡൊമസ്റ്റിക് കറൻസി വെച്ചിട്ട് നമുക്ക് ഒരുപാട് സച്ച് ഗുഡ്സ് ക്യാൻ ബി പർച്ചേസ് എന്നുള്ളതാണ് പറയുന്നത്. അത് ഇൻക്രീസ് ഇൻ ഇമ്പോർട്ട്സിലേക്ക് നയിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ്. റിവാലുവേഷനിലെ സെയിം സംഭവങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്.
ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ എടുക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഡിവാലുവേഷനും ഡിപ്രീസിയേഷനും ഒന്നാണ് നമ്മൾ പറഞ്ഞു അല്ലെ. ബോത്ത് ആർ എന്താണ്? ഡിക്ലൈൻ ഇൻ ദ വാല്യൂ ഓഫ് കറൻസി. നമ്മളുടെ ഡൊമസ്റ്റിക് കറൻസിയിൽ ഉണ്ടാവുന്ന വാല്യൂ കുറവിനെയാണ് നമ്മൾ ഡിവാലുവേഷൻ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഡിവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന കൺട്രീസ് ആയിരിക്കും അവർ ഈ ടേം ഉപയോഗിക്കുക. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന കൺട്രീസ് ആണ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ടേം ഉപയോഗിക്കുക. അതേപോലെ റീവാലുവേഷൻ ആൻഡ് അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ദ കറൻസി. കറൻസിയിൽ ഉണ്ടാവുന്ന വാല്യൂല് ഇൻക്രീസിനെയാണ് റീവാലുവേഷൻ എന്ന് പറയുന്നത്. ആൻഡ് റീവാലുവേഷൻ എന്ന് പറഞ്ഞ ടേം ഉപയോഗിക്കുന്നത് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന കൺട്രീസ് ആയിരിക്കും. അപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ടേം ഉപയോഗിക്കുന്നത് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റംസ് ഫോളോ ചെയ്യുന്ന കൺട്രീസ് ആയിരിക്കും. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഡോളറിന് നമുക്ക് 60 രൂപയാണെന്ന് വിചാരിക്കും. ഒരു ഡോളറിന്റെ ഇന്ത്യൻ റുപ്പി വാല്യൂ 60 റുപ്പീസ്. അത് എന്ത് ചെയ്തു? ഫോറിൻ എക്സ്ചേഞ്ചിന്റെ പ്രൈസ് കൂടി. അപ്പൊ ഒരു ഡോളറിന് 70 രൂപയാണ്. ഇതിനർത്ഥം എന്താണ്? ഒരു ഡോളർ നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡൊമസ്റ്റിക് കറൻസി ഒരുപാട് വേണം. അതായത് ആദ്യം 60 മതിയായിരുന്നു നമുക്ക് ഒരു ഡോളർ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് ഒരു ഡോളർ കിട്ടണമെങ്കിൽ 70 രൂപ വേണം. അതായത് എക്സ്ട്രാ വി ഹാവ് ടു റിക്വയർ മോർ എമൗണ്ട് ഓഫ് ഡൊമസ്റ്റിക് കറൻസി ടു പർച്ചേസ് $1 എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പൊ അത് എന്ത് സംഭവിക്കുന്നു? നമ്മളുടെ റുപ്പി ആയിട്ടുള്ള 60 രൂപയിൽ നിന്ന് 70 രൂപയിൽ നിന്ന് ഇതായി എന്ന് പറയുമ്പോൾ അതിനർത്ഥം വാല്യൂ കുറഞ്ഞു. നമ്മളുടെ കറൻസിയുടെ വാല്യൂ കുറഞ്ഞു, വീക്കൻ ആയി എന്നുള്ളതാണ് പറയുന്നത്. ഇനി റീവാലുവേഷൻ ആൻഡ് അപ്രീസിയേഷനിൽ വയ്ക്കുകയാണെങ്കിലോ ഒരു ഡോളറിന് 60 രൂപയായിരുന്നു വേണ്ടിയിരുന്നത്. ഇപ്പൊ ഒരു ഡോളർ കിട്ടണമെങ്കിൽ നമുക്ക് 50 രൂപ കൊടുത്താൽ മതി. സോ അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? 60 രൂപ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ 50 രൂപ കൊടുത്താൽ മതി. കുറവ് എമൗണ്ട് ഓഫ് ഡൊമസ്റ്റിക് കറൻസി മതി എന്തിന്? ടു അക്വയർ ദി $1. അവിടെ എന്ത് സംഭവിച്ചു? നമ്മളുടെ കറൻസിയുടെ വാല്യൂ കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. വി ഹാവ് എ സ്ട്രോങ്ങർ വാല്യൂ ഓഫ് കറൻസി. അങ്ങനെ സ്ട്രോങ്ങർ വാല്യൂ ഓഫ് കറൻസി ആണെങ്കിൽ നമുക്ക് കൂടുതൽ ഇമ്പോർട്ട്സ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഡിവാലുവേഷനും ഡിപ്രീസിയേഷൻ ആകുമ്പോൾ ഒരു വീക്കൻ വാല്യൂ ഓഫ് കറൻസിയാണ് ഉണ്ടായിട്ടുള്ളത് അവിടെ അല്ലെ. അപ്പൊ അത് എന്തിലേക്ക് നയിക്കുന്നു? എക്സ്പോർട്ട് കൂടാൻ സഹായിക്കുന്നു. അപ്പോൾ ഒരു ട്രേഡ് ഡെഫിസിറ്റ് ആണ് നമുക്ക് സംഭവിക്കുന്നതെങ്കിൽ, ഇമ്പോർട്ട് കൂടുതലും എക്സ്പോർട്ട് കുറവുമാണെങ്കിൽ അവിടെ നമ്മൾ ഡിവാലുവേഷൻ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുക. ടു ബിക്കം അല്ലെങ്കിൽ ടു ഹാവ് മോർ എക്സ്പോർട്ട് കൂടുതലാവാൻ വേണ്ടി. ഇൻ കേസ് ട്രേഡ് സർപ്ലസ് ആയിട്ട് ഒരുപാട് നിൽക്കുന്ന ഒരു കൺട്രി ആണെന്നുണ്ടെങ്കിൽ, അതായത് വളരെയധികം എക്സ്പോർട്ട് കൂടുതലും എന്നാൽ ഇമ്പോർട്ട് വളരെയധികം കുറവാണെങ്കിലും ആ ഒരു സിറ്റുവേഷൻ നല്ലതല്ല. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇമ്പോർട്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒഫീഷ്യലി നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ കറൻസിയുടെ വാല്യൂ സ്ട്രോങ് ആക്കും. അതിനെ പറയുന്ന പേരാണ് റീവാലുവേഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഡിവാലുവേഷനും ഡിപ്രീസിയേഷനും ഒന്ന് തന്നെയാണ് അതിന്റെ മീനിങ് അല്ലേ. കാരണം ഇറ്റ് ഈസ് ദ റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് ദ കറൻസി. കറൻസിയുടെ വാല്യൂ കുറയ്ക്കുകയാണ് രണ്ടിലും ചെയ്യുന്നത്. എന്നാൽ എന്തെങ്കിലും ഡിഫറൻസുകൾ ഉണ്ടോ നമുക്ക് നോക്കാം. ഡിവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഒഫീഷ്യൽ റിഡക്ഷൻ. ഇതൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള റിഡക്ഷൻ ആണ് വിച്ച് ഇസ് ഡൺ ബൈ ദ മോണിറ്ററി അതോറിറ്റി. എന്നാൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാലോ ഇറ്റ് ഈസ് എൻ അൺഒഫീഷ്യൽ റിഡക്ഷൻ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി മാർക്കറ്റ് ഫോഴ്സസ്. ഡിമാൻഡും സപ്ലൈ പോലുള്ള മാർക്കറ്റ് ഫോഴ്സസ് അനുസരിച്ച് അൺഒഫീഷ്യലായി നടത്തുന്നതാണ് ഡിപ്രീസിയേഷൻ, ഒഫീഷ്യലായിട്ട് നടത്തുന്നതാണ് ഡിവാലുവേഷൻ. ആൻഡ് ഈ ഒരു ഡിവാലുവേഷൻ എന്ന് പറഞ്ഞ ടേം നടക്കുന്നത് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഫോളോ ചെയ്തിട്ടുള്ള കൺട്രീസ് ആണ് ഒരു ടേം ഉപയോഗിക്കുക. ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഉപയോഗിച്ചിട്ടുള്ള കൺട്രീസ് ആയിരിക്കും ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുക. ഇത് ഷോർട്ട് ടേമിലായിരിക്കും ഇതിന്റെ എക്കോണമിയിൽ ഇമ്പാക്ട് ഉണ്ടാവുക. ഡിവാലുവേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഡെഫിസിറ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒഫീഷ്യലി കൊണ്ടുവരുന്ന ഒരു റിഡക്ഷൻ ആണ് ഈ ഡിവാലുവേഷൻ. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേമിലായിരിക്കും ഇതിന് വളരെയായിട്ട് ഇമ്പാക്ട് ഉണ്ടാവുക. എന്നാൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് വിച്ച് ഹാസ് എൻ ഇമ്പാക്ട് ഫോർ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. അൺഒഫീഷ്യൽ ആണ്. ഡിമാൻഡിനനുസരിച്ച്, ഡിമാൻഡ് കൂടുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നു, സപ്ലൈ കൂടുകയാണെങ്കിൽ അതനുസരിച്ച് മാറ്റം വരുത്തുന്നു കറൻസിയുടെ വാല്യൂവിൽ. അപ്പോൾ അതിനൊരു ലോങ്ങർ പീരീഡിലേക്ക് അതിന് ഇമ്പാക്ട് ഉണ്ടായിരിക്കും. ഇനി ഡിവാലുവേഷൻ എന്ന് പറയുന്നത് ഒക്കേഴ്സ് ഒക്കേഷണലി. എന്തെങ്കിലും ഡെഫിസിറ്റ് വരികയാണെങ്കിൽ വി വിൽ ബി ഫോഴ്സ്ഡ് ടു ഡു ദ ഡിവാലുവേഷൻ. അപ്പോൾ ഒക്കേഷണലി ആണ് സംഭവിക്കുക. പക്ഷെ ഇവിടെയോ മാർക്കറ്റിലെ ഫോഴ്സസ് മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. സോ ഇറ്റ് ഒക്കേഴ്സ് ഓൺ ദി റെഗുലർ ബേസിസ്. ഡിവാലുവേഷനും ഡിപ്രീസിയേഷനും ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ എഫക്ട് എന്താണ്? എക്സ്പോർട്ട് വളരെയധികം ചീപ്പർ ആയിട്ട് തോന്നും. കറൻസിയുടെ വാല്യൂ കുറയുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ കൺട്രിയിൽ നിന്ന് വളരെയധികം ഡൊമസ്റ്റിക് ഗുഡ്സ് മറ്റുള്ള കൺട്രീസിലേക്ക് പോകും. കാരണം കമ്പാരിറ്റീവ്ലി കുറവ് പ്രൈസ് കൊടുത്താൽ മതി.
അതേപോലെ തന്നെ ഇമ്പോർട്ട്സ് എക്സ്പെൻസീവ് ആയിട്ട് തോന്നും. ഇൻക്രീസ്ഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ്, എക്സ്പോർട്ട് കൂടുതലായതുകൊണ്ട് വിച്ച് ക്യാൻ കോസ് ആൻ ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ്. കറന്റ് അക്കൗണ്ടിൽ ഒരു ഇംപ്രൂവ്മെന്റ് വരും, കാരണം ഡെഫിസിറ്റ് കുറയ്ക്കാൻ നമുക്ക് പറ്റും. ഡെഫിസിറ്റ് മാറ്റി ഒരു സർപ്ലസിലേക്കോ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് എന്തിലേക്ക് പോകും, ഇനി ഇൻഫ്ലേഷനിലേക്ക് ബാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. കാരണം പർച്ചേസിംഗ് പവർ കുറയുകയോ അല്ലെങ്കിൽ ഡിമാൻഡ് കൂടി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ നമുക്ക് പർച്ചേസിംഗ് പവർ കുറയാനും, അതേപോലെ തന്നെ ഇങ്ങനെ വാല്യൂ കറൻസി ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ലീഡ്സ് ടു ദി ഇൻഫ്ലേഷൻ. ഇനി റീവാലുവേഷൻ അപ്രീസിയേഷൻ നോക്കുകയാണെങ്കിലോ, ഇറ്റ് ഈസ് എൻ ഒഫീഷ്യൽ ഇൻക്രീസ്. കറൻസിയുടെ വാല്യൂവിൽ ഉണ്ടാകുന്ന ഒഫീഷ്യൽ ഇൻക്രീസിനെയാണ് റീവാലുവേഷൻ എന്ന് പറയുന്നത്, ഡൺ ബൈ ദ മോണിറ്ററി അതോറിറ്റി. ആൻഡ് അപ്രീസിയേഷൻ എന്ന് പറയുന്നത് അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഇൻക്രീസ് ആണ് ഇൻ ദ വാല്യൂ ഓഫ് കറൻസി ഡൺ ബൈ ദി മാർക്കറ്റ് ഫോഴ്സസ്. റിവാലുവേഷൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് സിസ്റ്റം ഫോളോ ചെയ്തിട്ടുള്ള കൺട്രീസ് ആണ്. അപ്രീസിയേഷൻ എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുന്നത് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഉപയോഗിക്കുന്ന കൺട്രീസ് ആണ്. ഇനി റിവാലുവേഷന്റെയും അപ്രീസിയേഷന്റെയും എഫക്ട്സ് നോക്കുകയാണെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്സ്പോർട്സ് ആണ്. കാരണം കറൻസിയുടെ വാല്യൂ കൂടിയത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് കുറച്ച് ഗുഡ്സ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ കമ്പയറിംഗ് ടു അതർ കൺട്രീസ്. സോ അവിടെ എക്സ്പെൻസീവ് ആയിട്ട് എക്സ്പോർട്ടുകൾ തോന്നും. അപ്പൊ മറ്റുള്ള കൺട്രീസിൽ നിന്നുള്ള ഫോറിൻ കസ്റ്റമേഴ്സ് നമ്മളുടെ കൺട്രിയിൽ നിന്ന് വാങ്ങിക്കുന്നത് വളരെയധികം കുറയും. അതുകൊണ്ട് തന്നെ ഫ്ലോ ഓഫ് കറൻസി വളരെയധികം കുറയുന്നതുകൊണ്ട് റെമിറ്റൻസ് ഫ്രം അബ്രോഡ് ഓൾസോ ഇറ്റ് ഡിക്രീസസ്. ആൻഡ് ഇമ്പോർട്ട്സ് വളരെ ചീപ്പർ ആയിട്ട് തോന്നും. സോ വി go for importing more goods from other country because there is a high standard value in our currency. ആൻഡ് അതേപോലെ ഇൻഫ്ലേഷൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ കുറച്ച് കറൻസിയുടെ വാല്യൂ കൂട്ടാൻ എന്ത് സഹായിക്കും, റിവാലുവേഷൻ അല്ലെങ്കിൽ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് സഹായിക്കും എന്നാണ് പറയുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് റീവാലുവേഷൻ, എന്താണ് അപ്രീസിയേഷൻ, അല്ലെങ്കിൽ എന്താണ് ഡിവാലുവേഷൻ, എന്താണ് ഡിപ്രീസിയേഷൻ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഒരെണ്ണം ഒഫീഷ്യലി ബൈ ദ മോണിറ്ററി അതോറിറ്റി, മറ്റേത് അൺഒഫീഷ്യൽ ബൈ ദി മാർക്കറ്റ് ഫോഴ്സസ്. ഈ ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമാണ് ഈ ഒരു 4 ടോപ്പിക്കിലുള്ളത്. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോ കാണുന്നവരിക്കും. അണ്ടർ ദെൻ ബൈ.